ഹായ് ഹലോ, ഇപ്പോൾ ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മുടെ ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തത്തിൽ ഇപ്പോൾ ഭയങ്കര സംഘർഷഭരിത നിമിഷങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നന്ദയ്ക്കും ഗൗതമിനും എല്ലാ സത്യങ്ങളും അറിയാം, അതിൻ്റെ കൂടെ തന്നെ അരുണിനും അറിയാം. പക്ഷേ ഈ ഒരു രഹസ്യങ്ങളെല്ലാം പിങ്കിയും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു രഹസ്യം പിങ്കി ഉപയോഗിക്കുന്നത് ഗൗതമിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഒരു രഹസ്യം വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് ഗൗതമിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പിങ്കി വലിയൊരു പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കും, ഇന്ത്യവരത്തിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദ ഒരുപാട് കരഞ്ഞുകൊണ്ട് ഗൗതമിനോട് പറയുന്നുണ്ട്, തൻ്റെ അച്ഛൻ്റെ ആണ്ടുബലി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് ഇത് ഗൗതം സാറും കൂടെ വരണം. കാരണം അന്ന് ഗൗതം സാർ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്തിനും ഏതിനും എന്ത് പ്രശ്നം വന്നാലും നന്ദയെ ഞാൻ കൈവിടത്തില്ല എന്ന്. ആ ഒരു വാക്കെങ്കിലും പാലിക്കണം. ഞാനിപ്പോഴും ഒറ്റയ്ക്കല്ല, എനിക്ക് ഗൗതം സാറുണ്ട് എന്ന് അച്ഛന് തോന്നണം. അതിനു വേണ്ടിയിട്ട് ഗൗതം സാറും എൻ്റെ കൂടെ വരണം. വരാൻ പറ്റത്തില്ല എന്ന് മാത്രം പറയരുത് എന്ന് പറയുമ്പോൾ ഗൗതം പറയുവാണ്, ഞാൻ എന്തായാലും ഉറപ്പായിട്ടും വരും, നമ്മൾ ഒരുമിച്ചായിരിക്കും നന്ദയുടെ അച്ഛനെ കാണാൻ വേണ്ടി പോകുന്നത്. ആ ഒരു കർമ്മം ചെയ്യുന്നത് നമ്മൾ ഒരുമിച്ചായിരിക്കും. എന്തായാലും ലീവ് പെട്ടെന്ന് കിട്ടത്തില്ല, പക്ഷെ ഞാൻ വിളിച്ച് പറഞ്ഞാൽ തരും, ഞാൻ എന്തായാലും നന്ദയുടെ കൂടെ വരാം, റെഡി ആയിക്കോളൂ എന്ന് ഗൗതം പറയുന്നുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം തന്നെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നന്ദ. പക്ഷേ ഈ ഒരു സമയത്ത് പിങ്കി ഈ രഹസ്യം വെച്ച് എങ്ങനെ ഗൗതമിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിച്ച് ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് പവിത്ര ഓടി വന്നിട്ട് പിങ്കിയോട് പറയുന്നത്, ഇതേപോലെ നന്ദയുടെ അച്ഛൻ്റെ ആണ്ടുബലി ആയതുകൊണ്ട് തന്നെ ഗൗതമും കൂടി പോകണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇത്രയും വലിയൊരു ജോലിയുടെ ആ ഒരു ഇത്രയും പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ആ ഒരു ജോലി ലീവ് എടുത്തിട്ടാണ് ഗൗതമേട്ടൻ പോകുന്നത്. അതങ്ങനെയാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് കുത്തിത്തിരിപ്പും കൂടി നമ്മുടെ പവിത്ര കയറ്റി കൊടുക്കുന്നുണ്ട്. ഭാര്യയെ സ്നേഹിക്കുന്നവർ എന്തായാലും ഇങ്ങനെ തന്നെ വേണം. സ്വന്തം ഭാര്യയ്ക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സ്വന്തം ഭർത്താവ് എത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അത് ലീവ് എടുത്താണെങ്കിലും അല്ലെങ്കിൽ ഭാര്യയുടെ ആ കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കണം. അതൊക്കെ ഭയങ്കര ഒരു ഭാഗ്യമാണ്. എന്തായാലും പിങ്കി ചേച്ചിത്തിന്റെ ഇടയിൽ കയറാനായിട്ട് പോകണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കിയുടെ മനസ്സിൽ വിഷം കുത്തിവെക്കാൻ വേണ്ടിയിട്ട് പവിത്ര ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പിങ്കി തന്നെ മനസ്സിൽ പറയുവാണ്, എന്തൊക്കെ സംഭവിച്ചാലും ഇന്ന് ഗൗതമിനെ നന്ദയുടെ കൂടെ ഞാൻ വിടത്തില്ല, അത് ഉറപ്പാണ്, എന്തെങ്കിലും ഞാൻ വഴി കണ്ടുപിടിക്കും. അങ്ങനെ നേരെ ചെന്നപ്പോൾ നമ്മുടെ ഗൗതം ഇത് പോലീസ് മേലുദ്യോഗസ്ഥനെ വിളിച്ചിട്ട് ലീവിൻ്റെ കാര്യം പറയുവാണ്. ആദ്യം സാറ് പറയുവാണ് ഇത് പറ്റത്തില്ല, കാരണം കുറച്ച് ഇത് ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ കുറച്ച് പാടാണ്. എന്തായാലും ഗൗതം പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ലീവ് തരാം, എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം എന്ന് പറയുവാണ്. അങ്ങനെ ഗൗതം സന്തോഷത്തോടെ ലീവൊക്കെ വിളിച്ച് പറഞ്ഞ് ഈ ഒരു കാര്യം നന്ദയോട് പറയാൻ വേണ്ടി പോകുന്ന സമയത്താണ് പിങ്കി വന്നിട്ട് ഗൗതമിനോട് പറയുന്നത്, എവിടെ പോവാണ്, എന്താ ഗൗതം ലീവൊക്കെ എടുക്കുവാണോ, എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഗൗതമിനോട് അടുക്കാൻ വേണ്ടിയിട്ട് പിങ്കി ശ്രമിക്കുമ്പോൾ ഗൗതം പറയുന്നുണ്ട്, നിന്നോട് ഞാൻ ഒരു വട്ടം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതാണ്, പക്ഷെ നിനക്ക് എന്താ മനസ്സിലാവാത്തത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരിക്കലും മനസ്സിലാക്കാനായിട്ട് പോകുന്നില്ല. കാരണം എനിക്ക് അത്രത്തോളം ഗൗതമിനെ ഇഷ്ടമാണെന്നും, പക്ഷേ എനിക്ക് ഗൗതമിനെ ഇങ്ങനെ എൻ്റെ വരുതിയിലാക്കണം. ഞാൻ എന്ത് പറഞ്ഞാലും അത് ചെയ്യുന്ന, അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോവും, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരും. അങ്ങനെ അനുസരിക്കുന്ന ഒരു ഗൗതമിനെ വേണം എനിക്ക് അങ്ങനെ ഒരു ഗൗതമിനെ ആയിരിക്കണം എനിക്ക് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പിങ്കി കുറച്ച് ഡയലോഗൊക്കെ ഇങ്ങനെ വെച്ച് കാച്ചുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഗൗതമിന് ഭയങ്കര ദേഷ്യം വന്നു. ഗൗതം ഇതെല്ലാം വകവയ്ക്കാതെ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴാണ് പിങ്കി മറ്റൊരു കാര്യവും കൂടി പറഞ്ഞത്, എൻ്റെ ഉള്ളിൽ ഒരു രഹസ്യമുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു രഹസ്യമുണ്ട്. ആ ഒരു രഹസ്യം ഇത് മറ്റുള്ളവരോട് പറയാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഗൗതം എന്നെ അനുസരിച്ചേ മതിയാകൂ. അപ്പോൾ എന്ത് രഹസ്യം? അത് ആ ഒരു സത്യം പറയുവാണ്, മഹേശ്വരൻ്റെ മകളാണ് ഗാഥ എന്നും ഈ ഒരു രഹസ്യം മറ്റുള്ളവർ അറിയണ്ട, ലക്ഷ്മിയമായി അറിഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചുപൊട്ടി മരിച്ചു പോകും. അങ്ങനെ ഈ ഒരു സത്യം മറ്റുള്ളവർ അറിയണ്ട എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്ന കാര്യങ്ങൾ ഗൗതം അനുസരിച്ചേ പറ്റത്തുള്ളൂ. അതിന് എനിക്ക് വാക്ക് തരണം എന്ന് പറഞ്ഞിട്ട് അവസാനം നിവൃത്തിയില്ലാതെ ഗൗതം പിങ്കിക്ക് വാക്ക് കൊടുക്കുകയാണ്. നീ പറയുന്നതെല്ലാം ഞാൻ അനുസരിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു വാക്ക് വെച്ച് തന്നെ നിന്നെ ഞാൻ കയ്യിലെടുത്തോളാം എന്നൊക്കെ പിങ്കി മനസ്സിൽ പറയുന്നുണ്ട്. അങ്ങനെ രാവിലെ തന്നെ നന്ദ കുളിച്ചൊരുങ്ങി ഏലപ്പാറയിലോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ലക്ഷ്മിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷമായി, നിങ്ങൾ പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിങ്കി നേരെ ഗൗതമിൻ്റെ റൂമിൽ ചെന്നിട്ട് ഗൗതം എവിടെ പോകുന്നു, എന്താ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയും ഗൗതമിൻ്റെ ഷർട്ടൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഗൗതം തള്ളി മാറ്റിയിട്ട് നീ മിണ്ടാതിരിക്കുക പിങ്കി, നിന്റെ ഒരുപാട് സ്വാതന്ത്ര്യം എൻ്റെ അടുത്ത് എടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ പിങ്കി പറയുന്നുണ്ട്, ഇന്നലെ എനിക്ക് തന്ന സത്യം ഓർമ്മയുണ്ടല്ലോ,
ആ സത്യം മാറ്റാൻ പറ്റത്തില്ല. എന്തായാലും ഗൗതമിനോട് ഞാനൊരു കാര്യം പറയും, ഗൗതം അത് അനുസരിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിങ്കി പറയുവാണ്, നമുക്ക് ഇന്നൊരു സ്ഥലം വരെ പോകണം, അർജുൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ളൊരു വഴിപാടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും പോയേ പറ്റത്തുള്ളൂ, ഗൗതം കൂടെ വരണം. പക്ഷേ ഗൗതം അതിനെ അറിയാം നന്ദയ്ക്ക് ഇലപ്പാറയിൽ പോകണം. അതുകൊണ്ട് തന്നെ ഗൗതം ആദ്യം സമ്മതിച്ചില്ല. ഒരുപാട് വട്ടം അങ്ങനെ പിങ്കിയും ഗൗതം തമ്മിൽ ചെറിയൊരു തർക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ പിങ്കി പറഞ്ഞത് ഒരു മരിച്ചുപോയ ആളെക്കാളും വലുതാണോ മരിച്ചുപോയ ആളെക്കാളും വലുതാണ് ജീവിച്ചിരിക്കുന്ന ഒരാള്. നന്ദയുടെ അച്ഛന്റെ ബലി എന്ന് വേണോ നടത്താം, അല്ലെങ്കിൽ നന്ദയുടെ അച്ഛൻ മരിച്ചുപോയതല്ലേ, പക്ഷെ അർജുൻ തിരിച്ചു വരണം. അർജുന്റെ അടുത്ത് സ്നേഹമുണ്ടെങ്കിൽ ഗൗതം ഇത് പാലിച്ചേ പറ്റത്തുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സത്യം ഞാൻ മറ്റുള്ളവരെ അറിയിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പിങ്കി പോവുകയാണ്. നിവർത്തിയില്ലാതെ ഗൗതം താഴോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് നന്ദ റെഡിയായി ബാഗൊക്കെ പാക്ക് ചെയ്ത് നിൽക്കുവാണ്. ലക്ഷ്മി അമ്മയോട് യാത്രയൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്താണ് ഗൗതം വരുന്നത്. അപ്പോൾ ഗൗതം വന്ന ഉടനെ തന്നെ പിങ്കി പറയുന്നുണ്ട്, വാ നമുക്ക് പോകാം. അപ്പോൾ ലക്ഷ്മി അമ്മ ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെ പോകുന്നു? നന്ദയും ഗൗതമും തമ്മിൽ ഏലപ്പാറ പോവല്ലേ? പക്ഷെ അല്ല, ഇത് അർജുന്റെ വഴിപാടിന് വേണ്ടിയിട്ട് ഞാനും ഗൗതമും കൂടി പുറത്തു പോവാണ്. എന്തായാലും ഞാൻ പറയുന്നതേ ഗൗതം കേൾക്കത്തുള്ളൂ, ഗൗതം എൻ്റെ കൂടെ വരും. അങ്ങനെ അവസാനം നന്ദയോട് സോറി പറഞ്ഞിട്ട് ഗൗതം ഇറങ്ങി പോവാണ്. പക്ഷേ ഇത് കണ്ടപ്പോൾ നന്ദയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി. കാരണം തൻ്റെ അച്ഛൻ്റെ ആ ഒരു ആണ്ടുബലിക്ക് വേണ്ടിയിട്ട് വരാതെ പിങ്കിയുടെ കൂടെ പോകുന്നതാണ് ഇത്രയും വലുത് എന്നുള്ള രീതിയിലാണ് നന്ദയ്ക്ക് സങ്കടം വന്നു. അങ്ങനെ നന്ദ നേരെ ഓടിപ്പോയി ആ ഒരു അച്ഛൻ്റെ ഫോട്ടോ എടുത്ത് വെച്ച് കരഞ്ഞ് പറയുവാണ്, അച്ഛ ഇത് ക്ഷമിക്കണം, ഗൗതം സാർ വന്നില്ല, എന്നെ പറ്റിച്ചു എന്തായാലും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സങ്കടപ്പെട്ട് കരയുമ്പോൾ ലക്ഷ്മി വന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ്. ഈ ഒരു സമയത്ത് നന്ദ പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു. നന്ദ പറഞ്ഞത്, അച്ഛൻ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ അതൊന്നും ഇവിടെ ആർക്കും പ്രശ്നമല്ല, അച്ഛൻ എൻ്റെ മാത്രമാണ്. അപ്പോൾ അച്ഛൻ എൻ്റെ ആ ഒരു കർമ്മങ്ങൾ നടത്തുക എന്നുള്ളത് എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്, മറ്റുള്ളവർക്ക് അത് ഏറ്റെടുക്കണമെന്നോ ഒരു തീരുമാനവും ഇല്ലല്ലോ എന്നൊക്കെ നന്ദ പറയുന്നുണ്ട്. പക്ഷെ നന്ദയുടെ മനസ്സിൽ അത് ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നന്ദ ഒരുപാട് കിടന്ന് കരയുകയും മാറി നിന്ന് കരയുന്നുണ്ട്. ഈ ഒരു സമയം അരുൺ വന്നിട്ട് നന്ദയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ നന്ദ ഒന്നും പറയാൻ വേണ്ടിയിട്ട് കൂട്ടാക്കിയില്ല. അരുണിന് കാര്യങ്ങൾ അറിയാമായിരുന്നു. അപ്പോൾ അവിടെ ഗൗതമിനെ കുറ്റപ്പെടുത്തിയപ്പോഴും അവിടെ നന്ദ പറഞ്ഞത്, ഗൗതം സാർ ഒരു തെറ്റും ചെയ്തില്ല, എൻ്റെ അച്ഛനേക്കാളും വലുത് അർജുനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഗൗതമിനെ ഒരു തെറ്റ് പോലും പറയാതെ തൻ്റെ മിസ്റ്റേക്കാണ്, അല്ലെങ്കിൽ ഇന്നലെ ഗൗതം സാർ പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ രാവിലെ ഞാൻ പോയേനെ, പക്ഷെ ഈ ഒരു സമയത്ത് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഷോക്കായിപ്പോയി, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്തായാലും ആ ഒരു ആണ്ടുബലിയൊക്കെ ഇനി എപ്പോഴെങ്കിലും നടത്താലോ, വേണ്ട എന്നൊക്കെ പറഞ്ഞ് നന്ദ ഒഴിഞ്ഞു മാറുവാണ്. പക്ഷെ ഇത് അർജുനും നമ്മുടെ അരുണിനും ഭയങ്കര സങ്കടമായി. പക്ഷെ ഈ ഒരു സമയത്ത് പിങ്കിയും നമ്മുടെ ഗൗതമും ഒരു മലയോരത്ത് ഒരു സൈഡിൽ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗൗതമിന് ഭയങ്കര ദേഷ്യമുണ്ട്. ഈ ഒരു സമയത്ത് തൻ്റെ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തൻ്റെ കൂടെ ഗൗതം എപ്പോഴും സ്പെൻഡ് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഗൗതമിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അല്ലാതെ അർജുൻ്റെ പേരിൽ ഒരു വഴിപാടും ഇല്ലെന്നും ഒരിക്കലും അർജുൻ തിരിച്ചു വരരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങനെ അർജുൻ വരാതിരിക്കണം, എനിക്ക് അർജുൻ്റെ പേരിൽ വഴിപാട് കഴിപ്പിക്കാനൊന്നും തലയെഴുത്തൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പിങ്കി സംസാരിച്ചു. അപ്പോൾ ഗൗതമിന് മനസ്സിലായി നന്ദയും താനും തമ്മിലുള്ള ആ ഒരു ട്രിപ്പ് മുടക്കാൻ വേണ്ടിയിട്ടാണ് പിങ്കി ശ്രമിച്ചതെന്ന്. അതുമാത്രമല്ല പിങ്കി പറഞ്ഞത്, ഞാൻ പറയുന്നതെല്ലാം ഗൗതം കേട്ടേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ഈ ഒരു രഹസ്യം ഞാൻ മറ്റുള്ളവരെ അറിയിക്കും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നേരെ അവർ കുറെ കഴിഞ്ഞപ്പോൾ പിങ്കിയും ഗൗതമും തിരിച്ച് ഇന്ത്യവരത്തിലോട്ട് വരുവാണ്. പക്ഷേ ഈ ഒരു സമയത്ത് നന്ദ ഭയങ്കര സങ്കടത്തിലാണ്. അപ്പോൾ എന്താ സംഭവം, അത് നേരെ വന്നു ലക്ഷ്മി അമ്മായി ഗൗതമിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും അവിടെ പിങ്കി പറഞ്ഞത്, ഞങ്ങൾ അർജുൻ്റെ വഴിപാടും കാര്യങ്ങളൊക്കെ കഴിപ്പിച്ചു, അമ്മായിയുടെ പേരിലും വഴിപാട് കഴിപ്പിച്ചു, അമ്മായിക്ക് ഇപ്പോൾ ഭയങ്കര സമയദോഷമാണെന്നും അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ ഒരു ജ്യോത്സ്യൻ പറഞ്ഞിരുന്നു. എന്തായാലും സന്തോഷത്തോടെ ഞങ്ങൾ പോയിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് പിങ്കി നന്ദയെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് കയറി പോവാണ്. കാരണം നന്ദയുടെ ആ ഒരു ട്രിപ്പ് മുടങ്ങിയല്ലോ, ഇപ്പോൾ ഗൗതം എൻ്റെ വരുതിക്ക് വന്നല്ലോ, അതിൻ്റെ ഒരു സന്തോഷമായിരുന്നു പിങ്കിക്ക്. അങ്ങനെ ചെറിയൊരു തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ നന്ദ പറഞ്ഞത്, ഗൗതം സാറിന് തലേദിവസമേ പറയാമായിരുന്നു, പക്ഷേ ഈ ഒരു നിമിഷം ഇത്രയും കാണിക്കാൻ പാടില്ലായിരുന്നു, തൻ്റെ അച്ഛനേക്കാളും വലുതാണ് ഗൗതം സാറിന് പലതും, എന്നാലും ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ എൻ്റെ അച്ഛൻ്റെ ഓർമ്മയിൽ ഇരിക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്, എൻ്റെ മാത്രം ആഗ്രഹമാണ്, മറ്റുള്ളവർക്ക് അത് ഏറ്റെടുക്കണം എന്നൊരു നിർബന്ധമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നന്ദ സങ്കടത്തോടെ കയറി പോവാണ്. അങ്ങനെ നേരെ ഗൗതം റൂമിലോട്ട് പോകുന്ന സമയത്ത് അരുൺ ഇതിനെപ്പറ്റി വന്ന് ചോദ്യം ചെയ്യുകയും എന്നിട്ട് ഗൗതം ചേട്ടൻ ചെയ്തത് ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള കാര്യമാണ്, ഒരു മാണിക്യം കയ്യിലിരുന്നിട്ടാണ് ഗൗതമേട്ടൻ ഒരു ദൂരെയുള്ള ഒരു മാണിക്യം തേടി പോകുന്നത്, നന്ദയെ പോലെ ഒരു പെൺകുട്ടിയെ ഗൗതമേട്ടന് കിട്ടത്തില്ല, എന്നിട്ടാണ് പിങ്കിയുടെ കൂടെ നിന്നിട്ട് ഇങ്ങനെ ഒരു ചതി ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അവിടെ അരുൺ
ഒരുപാട് ദേഷ്യത്തോടെ സംസാരിക്കുമ്പോഴാണ് ഗൗതം സത്യങ്ങൾ പറയുന്നത്. ഇങ്ങനെ പിങ്കി ബ്ലാക്ക് മെയിൽ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ പോയത് എന്ന്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഈ ഒരു സത്യങ്ങൾ ഇന്ത്യവരത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിങ്കി പറയുന്ന കാര്യങ്ങളെല്ലാം ഗൗതം കേൾക്കുന്നത്. ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും. അതുവരെയും ബൈ.